നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് എത്ര മക്കളാണോ ഉള്ളത് അവർക്ക് നമ്മൾ ഒരുപോലെ നമുക്കുള്ള സമ്പാദ്യം സ്വത്താണെങ്കിലും പൈസയാണെങ്കിലും വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് തുല്യമായി കൊടുക്കണം. 3 പേരെങ്കിൽ 3, 4 മക്കളെങ്കിൽ 4 മക്കൾ, രണ്ട് പേരെങ്കിൽ 2 പേര് ഈക്വലായിട്ട് എന്താണെങ്കിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില പിള്ളേർ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനല്ലാതെ വേറെ അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച സന്ദർഭങ്ങളുണ്ടാവാം. എൻ്റെ അനുഭവം പറയല്ല, വേറെ തന്നെ പറയുന്നത്. ചിലപ്പോൾ അവർ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം, ചിലത് ഇവരുടെ ഇഷ്ടത്തിന് വേണ്ടി അച്ഛനമ്മമാർ മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി നടത്തി കൊടുത്തതായിരിക്കാം. പക്ഷെ ആ മക്കളോട് ഉള്ളതുകൊണ്ടൊരു ദേഷ്യം ജീവിതാവസാനം വരെ. അതുപോലെ തന്നെ എപ്പോഴും നമ്മളൊരു പ്രത്യേകത ഒരാളോട് കുറച്ച് പ്രത്യേകത സ്നേഹം മറ്റേ അങ്ങനെ ഇല്ല. അപ്പോൾ കൂടുതലായിട്ട് ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും നമ്മളത് ചെയ്യരുത്. നമുക്ക് എന്തുണ്ടെന്നോ അവരെന്ത് ചെയ്തോട്ടെ, അവർ നല്ലവരായിക്കോട്ടെ, അവരുടെ പേരിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ 2 മക്കളാണെങ്കിൽ 5 വീതം കൊടുക്കണം. അല്ലാതെ 3 മക്കളാണെങ്കിൽ നമ്മളത് മൂന്നായിട്ട് അങ്ങനെ ഭാഗിച്ച് തന്നെ കൊടുക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ മക്കളെ തമ്മിൽ ഒരു വേർതിരിവ് കണ്ട് നമ്മളുടെ സ്വത്തുക്കളോ പണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈക്വലായിട്ട് തന്നെ നമ്മൾക്കുള്ള സ്വത്തുവകകളും ധനങ്ങളും ഒക്കെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.